1000 കോഴിക്ക് അരക്കാടാന്നാണെങ്കിൽ 1000 കോഴി ബിരിയാണിക്ക് അരക്കാട ബിരിയാണി എന്നാണ് പറയുന്നത്. പല ഹോട്ടലിലും നമ്മൾ മൺചട്ടിയിൽ ബിരിയാണി സർവ് ചെയ്യുന്നത് കണ്ടിട്ടുണ്ട്. അപ്പോൾ നമ്മളിന്ന് മൺചട്ടിയിൽ ഒരു കാട ബിരിയാണിയാണ് പ്ലാൻ ചെയ്തിട്ടുള്ളത്. അതിന് നമ്മൾ 1 കിലോ അരിയും ഒരു ഫുൾ സൈസിലുള്ള 4 കാടയും എടുത്തിട്ടുള്ളത്. അപ്പോൾ അതിനായിട്ട് അത്യാവശ്യം വലുപ്പമുള്ള ഒരു 5-6 വെല്ലുള്ളി നൈസായിട്ട് അരിഞ്ഞതും 3 തക്കാളി നൈസായിട്ട് അരിഞ്ഞതും ഒരു വെളുത്തുള്ളിയും ഒരു കഷ്ണം ഇഞ്ചിയും ഒരു 5-8 പച്ചമുളകും ചതച്ചതും ഒരു പിടി മല്ലിച്ചപ്പും അരപിടി പുതിനയും ചെറുതായിട്ട് അരിഞ്ഞതും ഇവിടെ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. നമ്മൾ പതിവൊന്നും തെറ്റിക്കാതെ നമ്മളൊരു ഫ്രൈ പാൻ ചൂടാക്കിയിട്ട് അതിൽ ഒരു 5-6 സ്പൂൺ ഓയിലും 1 സ്പൂൺ നെയ്യും 1 സ്പൂൺ ഡാൽഡി വെച്ചിട്ട് നന്നായിട്ട് ചൂടാക്കും. ഓയിലും നെയ്യും ചൂടായി വന്നാൽ നമ്മൾ നൈസായിട്ട് അരിഞ്ഞു വെച്ചിട്ടുള്ള സവാള ഉപ്പും ചേർത്തിട്ട് നന്നായി വഴറ്റിയെടുക്കണം. സവാള നന്നായി വഴന്ന് ഒരു ബ്രൗൺ കളറായി വരുമ്പോൾ നമ്മൾ ചതച്ച് വെച്ചിട്ടുള്ള ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളക് എല്ലാം കൂടെ ചേർത്തിട്ട് നന്നായിട്ട് ഇളക്കണം. ഒരു 1 മിനിറ്റ് നന്നായിട്ട് ഇളക്കി കഴിയുമ്പോൾ നമുക്കൊരു നല്ലൊരു സ്മെല്ല് വന്നു തുടങ്ങും. വെളുത്തുള്ളിൻ്റെയും ഇഞ്ചിൻ്റെയും പച്ചമുളകിൻ്റെയും പച്ചമണം മാറി നല്ലൊരു സ്മെല്ല് വന്നു തുടങ്ങുമ്പോൾ നമ്മൾ ചെറുതായി അരിഞ്ഞു വെച്ചിട്ടുള്ള തക്കാളി ചേർത്ത് കൊടുക്കണം. തക്കാളി ചേർത്തിട്ട് നന്നായിട്ടൊന്ന് ഇളക്കിയിട്ട് ഒരു 3-4 മിനിറ്റ് അടച്ചു വെച്ച് വേവിച്ചു കൊടുക്കണം. തക്കാളി വന്ന് നല്ലൊരു ക്രീമി പരുവത്തിലായി ആ ഇഞ്ചിൻ്റെയും വെളുത്തുള്ളിയും പച്ചമുളകിൻ്റെയും ഫ്ലേവറൊക്കെ ചേർന്ന് നല്ലൊരു സ്മെല്ല് വന്ന് തുടങ്ങുമ്പോൾ നമ്മളെ മെയിൻ ഐറ്റം അൽപ്രവാസി ബിരിയാണി മസാല ചേർത്ത് നന്നായിട്ട് ഇളക്കി കൊടുക്കും. നമ്മൾ അൽപ്രവാസി ബിരിയാണി മസാലൻ്റെ റെസിപ്പി ഞാൻ ഡിസ്ക്രിപ്ഷനിൽ ഇട്ടിട്ടുണ്ട്, അതുകൊണ്ട് ഞാൻ ഇവിടെ കാണിക്കില്ല. എല്ലാവരും അതൊന്ന് കാണാം. അപ്പം ഞാനും ഹാപ്പിയാകും, നിങ്ങൾ ഹാപ്പിയാകും. ഇപ്പോൾ നമ്മൾ മസാല എല്ലാം മൂത്ത് നല്ലൊരു സ്മെല്ല് അടുക്കള മൊത്തം പരന്നു തുടങ്ങുമ്പോൾ നമ്മൾ ഫ്രൈ പാൻ മാറ്റി വെച്ച് കൊടുക്കും. അടുത്ത് നമ്മളെ കളി വരുന്നത് നമ്മളെ കാടൻ്റെ കൂടെ. അപ്പോൾ കാട ഫ്രൈ ചെയ്തെടുക്കുന്നതിൻ്റെ മുന്നേ അതൊന്ന് വേവിച്ചെടുക്കും. അതിനായിട്ട് നമ്മളൊരു പാത്രം സ്റ്റൗവിൽ വെച്ചിട്ട് അതിൽ കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് നമ്മളെ കാട ഉപ്പും മഞ്ഞൾപ്പൊടിയും ചേർത്തിട്ട് നന്നായിട്ട് വേവിച്ചെടുക്കണം. ഇപ്പോൾ നമ്മളെ കാട നന്നായി കുളിച്ച് കുട്ടപ്പനായി പുതിയാപ്പിളായി വേവാൻ റെഡിയായി വന്നിട്ടുണ്ട്. അപ്പോൾ നമ്മളിതൊന്ന് നന്നായിട്ട് വേവിച്ചെടുക്കാം. കാടിറച്ചി കോഴിയിറച്ചിൻ്റെ പോലെ പെട്ടെന്ന് ചൂട് തട്ടിയാൽ വേവുന്ന സാധനമല്ല. അപ്പോൾ അതുകൊണ്ട് അത്യാവശ്യം സമയമെടുത്ത് തന്നെ വേവിച്ചെടുക്കാം. അപ്പോൾ കാടനെ നമ്മൾ ഉപ്പും മഞ്ഞൾപ്പൊടിയും ഇട്ടിട്ട് നന്നായിട്ട് ഇളക്കിയിട്ട് ഒന്ന് അടച്ചു വെച്ചിട്ട് ഒരു 5 മിനിറ്റ് വേവിക്കാൻ പോവാം. അപ്പോൾ അത്യാവശ്യം വെന്ത് നല്ല ഇറച്ചിയൊക്കെ ഒന്ന് സോഫ്റ്റായി വന്നു തുടങ്ങി കഴിഞ്ഞാൽ നമുക്കിത് ഊറ്റിയെടുക്കണം. അപ്പോൾ ഈ വെള്ളം നമ്മൾ കളയാൻ പാടില്ല. ഇത് നമ്മൾ മസാലയിൽ ചേർത്ത് കൊടുക്കും. നമ്മൾ കാട ഫ്രൈ ചെയ്തെടുക്കായതുകൊണ്ട് നമ്മളെ മസാലയ്ക്ക് ഒരു ഫ്ലേവർ കിട്ടാൻ വേണ്ടിയിട്ട് നമ്മൾ ഈ സ്റ്റോക്ക് ചേർത്ത് കൊടുക്കും. അടുത്ത് നമ്മൾ കാട ഫ്രൈ ചെയ്യാനുള്ള മസാല റെഡിയാക്കണം. അപ്പോൾ അതിനായിട്ട് കാശ്മീരി മുളക് പൊടി, സാദാ മുളക് പൊടി, മല്ലിപ്പൊടി, ജീരകപ്പൊടി, കുറച്ച് സോയ സോസ്, ഒരു നാരങ്ങൻ്റെ പൊടി, അതേപോലെ 1 സ്പൂൺ തൈര്, ഇതെല്ലാം കൂട്ടിയിട്ട് നല്ലതായിട്ട് മിക്സ് ചെയ്യണം. നമ്മൾ വേവിച്ച് വെച്ച കാട അതിലിട്ടിട്ട് നന്നായിട്ടൊന്ന് കുളിപ്പിച്ച് കുട്ടപ്പനാക്കി എടുക്കണം. മസാലയിൽ കുളിച്ച് കിടക്കണ ആ കാടനെ കാണാൻ തന്നെ ഒരു ചൊറുക്കാണ്. അപ്പോൾ നമ്മൾ അധികം നേരം ആ ചൊറുക്ക് നോക്കി നിൽക്കണ്ട. ഒരു 10 മിനിറ്റ് റെസ്റ്റ് ചെയ്യാൻ വെച്ചിട്ട് നമ്മളെ കാടനെ നമുക്ക് പൊരിച്ചെടുക്കാം. അപ്പോൾ മൂപ്പരെ ചൊറുക്ക് ഒന്നും കൂടി കൂടും. ഫ്രൈ പാനിൽ ഓയിൽ അയച്ച് ചൂടാക്കിയിട്ട് ഓരോന്നായിട്ട് ഇട്ട് കൊടുത്തിട്ട് ചെറിയ തീയിൽ നന്നായിട്ട് ഫ്രൈ ചെയ്തിട്ടെടുക്കാം. കാട ഏതാണ്ട് നല്ല ബൗസിൽ പൊരിഞ്ഞു വന്ന സ്ഥിതിക്ക് ഇനി അവിടുത്തെ നമ്മൾ ചോറ് വെക്കാനുള്ള പരിപാടി നോക്കാം. അതിനായിട്ടൊരു ചെമ്പിൽ നമ്മുടെ അടുത്ത് അരിൻ്റെ ഒരു 5-6 വെള്ളം ഒഴിച്ചിട്ട് അതിൽ പട്ട, ഗ്രാമ്പു, ഏലം, കുരുമുളക്, ബേ ലീഫ് ഉണ്ടെങ്കിൽ 2 ലീഫ് ഇട്ടിട്ട് നന്നായിട്ട് തിളപ്പിക്കണം. വെള്ളം നന്നായിട്ട് തിളച്ചു തുടങ്ങി കഴിഞ്ഞാൽ നമ്മൾ കഴുകി വൃത്തിയാക്കി വെള്ളം വാർത്ത് വെച്ചിട്ടുള്ള ജീരകശാല അരി ചേർത്ത് കൊടുക്കണം. കൂടെ ഉപ്പും നാരങ്ങ നീരും ചേർക്കാൻ മറക്കരുത്. നാരങ്ങ നീര് ചേർത്ത് കൊടുത്താൽ നമ്മളെ റൈസിന് നല്ലൊരു ഫ്ലേവറും പിന്നെ ഒട്ടിപ്പിടിക്കാതിരിക്കാനും നല്ലതാണ്. ഉപ്പ് നമ്മൾ എപ്പോഴും കുറച്ച് കൂടുതലിട്ട് കൊടുക്കണം. ഇല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ ചോറിൽ ഉപ്പുണ്ടാവില്ല. ചോറ് 90-95% വെന്ത് തോന്നി കഴിഞ്ഞാൽ നമുക്ക് ഊറ്റിയെടുക്കാം. ഊറ്റിയെടുത്തതിന് ശേഷം നമ്മൾ ദമ്മ് റെഡിയാക്കണം.
ദമ്മ് റെഡിയാക്കാനായിട്ട് ഒരു മൺകലത്തിൽ നമ്മൾ നേരത്തെ ഉണ്ടാക്കി വെച്ച മസാലയും കാടൻ്റെ സ്റ്റോക്കും നന്നായിട്ട് മിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ നേരത്തെ ഫ്രൈ ചെയ്ത് വെച്ചിട്ടുള്ള കാടൻ ഇട്ടിട്ട് അതിൻ്റെ മേലെ കൂടെ ചോറ് കുറച്ചായിട്ട് ഇട്ട് കൊടുക്കും. 2 ലെയറായിട്ടാണ് നമ്മൾ ചോറിട്ട് കൊടുക്കേണ്ടത്. ഓരോ ലെയറിൻ്റെ ഗ്യാപ്പിലും ബിരിയാണി മസാലയും നെയ്യും അതേപോലെ ചപ്പും പൊതിനയും തൂവി കൊടുക്കണം. ചിലർക്ക് ബിരിയാണിയിൽ നല്ല മഞ്ഞ കളർ നിർബന്ധമായിരിക്കും. അതുകൊണ്ട് നമ്മൾ സിന്തറ്റിക് കളറൊന്നും ഉപയോഗിക്കണില്ല. അപ്പോൾ നെയ്യിൽ കുറച്ച് മഞ്ഞപ്പൊടി ഇട്ട് ചൂടാക്കിയിട്ട് ഒഴിച്ചെടുത്താൽ ബിരിയാണിക്ക് നല്ല കളർ കിട്ടും. ഇപ്പോൾ നമ്മൾ ദമ്മ് ഏതാണ്ട് കംപ്ലീറ്റ് ആയി തുടങ്ങിയിട്ടുണ്ട്. ഇനി നമ്മൾ ഇതേ സൈസിലുള്ള ഒരു കലം ഇതിൻ്റെ മേലെ അടച്ചു വെച്ച് കൊടുത്തിട്ട് മൈദമാവ് വെച്ചിട്ട് ഗ്യാപ്പ് ഫില്ല് ചെയ്ത് കൊടുക്കണം. ഇനി ഒരു 10 മിനിറ്റ് നന്ന ചെറിയ തീയിൽ ദമ്മ് ചെയ്തിട്ടെടുക്കണം. അപ്പോൾ 10 മിനിറ്റ് ദമ്മൊക്കെ കഴിഞ്ഞ് നമ്മൾ ബിരിയാണി നല്ല അടിപൊളിയായിട്ട് റെഡി ആയിട്ടുണ്ട്. നല്ലൊരു സ്മെല്ലൊക്കെ വന്നു തുടങ്ങിയിട്ടുണ്ട്. പക്ഷേ ഇതിൻ്റെ ഉള്ളിലെ അവസ്ഥ എന്താണെന്നുള്ളത് നമുക്ക് തുറന്നു നോക്കിയാൽ അറിയാൻ പറ്റും. അപ്പോൾ അൽഹംദുലില്ലാ മാഷാ അല്ലാഹ്, അതാണ് നമ്മളെ കലത്തിൽ വെച്ച കാട ബിരിയാണി. അപ്പോൾ നമ്മളെ ബിരിയാണി വീഡിയോ ഇഷ്ടപ്പെട്ട കമൻറ്റ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, സൈഡിലുള്ള ബെൽ ബട്ടൺ കൂടി അമർത്തിയാൽ ഒന്നുകൂടി ഉഷാറായി.